അങ്ങനെ കാത്തിരുന്ന് അവസാനം ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ വന്നു. എന്റെ മോനെ, നിങ്ങൾ കണ്ടോ? 2 പ്രൊമോ ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ? എന്റെ മോനെ, ഗംഭീരമായ പ്രൊമോ, അടിപൊളി പ്രൊമോ ആണ്. തീ കത്തുന്ന പ്രൊമോ ആയിരുന്നു സത്യം. നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പൊ തന്നെ പോയി കാണാം. യൂട്യൂബ് ചാനലുണ്ട്. 2 പ്രൊമോ ആണ്. കാരണം നമ്മൾ സാധാരണ ഒരു 12 മണിക്കൊക്കെയാണ് പ്രൊമോ വരുന്നത്. 12 മണിക്കോ 3 മണിക്കൊക്കെ ഉള്ളിലേക്കാണ് പ്രൊമോ വരുന്നത്. ഇന്നിതാണെങ്കിൽ പ്രൊമോ വരുന്നില്ല. പ്രൊമോ കാത്തിരുന്ന് അവസാനം അടിപൊളി 2 പ്രൊമോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പ്രൊമോ എന്ന് വെച്ചാല് സ്റ്റേജ്. നമുക്ക് സ്റ്റേജ് ഒന്ന് കാണിക്കുകയാണ്. മുന്നേ നമ്മൾ ഇത്രയും കണ്ട സീസണിൽ ഏറ്റവും അടിപൊളി ഭയങ്കര വലിയ സ്റ്റേജ് ഇട്ട്, ഭയങ്കരമായ വലിയ സ്റ്റേജ്. എന്നിട്ട് അതില് ലാലേട്ടന്റെ തുടരും മൂവിയിലെ ഡയലോഗുമായിട്ട് മുരുക എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരേണ്ട സ്റ്റേജിലേക്ക്. എന്നിട്ട് മറ്റേ എമ്പുരാനേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് എന്റെ മോനെ അടിപൊളി സാധനമായിരുന്നു. അത് നമുക്ക് സ്റ്റേജ് എന്താണെന്ന് കാണിക്കാനുള്ള ഒരു പ്രൊമോ ആയിരുന്നു. അതും സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണാത്തവർ ഇപ്പൊ തന്നെ പോയി കാണണം കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രൊമോ എന്ന് വെച്ചാല് നമ്മുടെ കണ്ടസ്റ്റൻസിനെ കാണിക്കുന്നത് വെച്ചാല് നമുക്കൊന്ന് ഗ്ലിംസ് കാണിക്കൂലേ ഷോ. ഇത് നമുക്കൊന്ന് ഇങ്ങനെ നോക്കി ഇത് ആരാണെന്നൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള പ്രോ. അതും എന്റെ പോലെ അത് സ്റ്റേജിലാണെങ്കിൽ അടി സെറ്റ് സാധനമാണ്. എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഇത്തവണ ചെറിയ കളികളല്ല കളിക്കാരും, ചെറിയ കളികളല്ല കളിക്കാരും എന്ന് വെച്ചാല് ഇത്തവണ വരുന്നത് ചില്ലറക്കാരല്ല, നല്ല ആൾക്കാരൊക്കെ, വലിയ ആൾക്കാരൊക്കെയാണെന്നാണ് പറഞ്ഞത്, സെറ്റപ്പ് ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത്. എന്റെ പൊന്നോ, റൊമാൻറ്റിഫിക്കേഷൻ സത്യം. അത് കണ്ടപ്പോഴുണ്ടല്ലോ, കാരണം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഈ ഇത് പ്രൊമോ വരാത്തത്, ഇത്രയും ലാഗോ, ഇത് പ്രൊമോഷൻ പോലും മര്യാദ കൊടുക്കാത്തത് എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു പ്രൊമോ, ഗംഭീരമായ ഒരു പ്രൊമോ. എനിക്ക് വീണ്ടും ഇത് കാണുമ്പോഴേ ബിഗ് ബോസ് ഫാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ഭയങ്കര പ്രാന്താണ് ഇത് കണ്ടോ. അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത്ര അടിപൊളി സാധനമാണ്. അയ്യോ, സെറ്റ് സാധനമാണ് പ്രൊമോ. ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ ഡയലോഗ് ആയാലും ആ ഒരു സ്റ്റേജ് ആയാലും എന്തായാലും കുലുങ്ങിയിട്ടുണ്ട് സ്റ്റേജ്. നല്ല കുലുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. അയ്യോ, എനിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി പ്രൊമോ ആണ്. നിങ്ങൾ കാണുക. 2 പ്രൊമോ ഇട്ടിട്ടുണ്ട്. ഒന്ന് സ്റ്റേജ് കാണിച്ചിട്ടുള്ള ഒരു പ്രൊമോ, അതില് എമ്പുരാന്റെ ഒരു പാട്ടുണ്ട്. രണ്ടാമത്തെ പ്രൊമോ എന്ന് വെച്ചാല് കണ്ടസ്റ്റൻസിന്റെ ഗ്ലിംസ്, കുറച്ചും കൂടി ഇത്ര പേരുണ്ട് അങ്ങനത്തെ ഒരു പ്രൊമോ ആണ്. എന്തായാലും കത്തും ഈ സാധനം. അത്രയ്ക്ക് അടിപൊളിയുള്ള സാധനമാണ്. 7ന്റെ പണിയുമായിട്ട് ലാലേട്ടനും ബിഗ് ബോസ് ക്രൂവും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നല്ലേ. അയ്യോ, ഒരു രക്ഷയില്ല. സ്റ്റേജ് ആണെങ്കിൽ അടി വെറുത്താന സാധനങ്ങളായിരുന്നു. അത്ര അടിപൊളി സാധനങ്ങളായിരുന്നു സ്റ്റേജ് ആയാൽ പോലും. ഇപ്പൊ ഈ ബിഗ് ബോസ് ഫാൻസ് അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ബിഗ് ബോസ് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർ നല്ല ബിഗ് ബോസ് ഫാൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് അതിന്റെ ഫീൽ മനസ്സിലാവും. അത്രയ്ക്കും അടിപൊളിയായിരുന്നുടാ. ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോ ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങാണ്. അപ്പൊ ഞാൻ ഗ്രാൻഡ് ലോഞ്ചിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ് ഇന്ന് മുതൽ. അപ്പൊ ഇന്ന് മുതൽ എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റിവ്യൂവും, അതുപോലെ ലൈവ് അപ്ഡേറ്റ്സും, അതുപോലെ തന്നെ നമ്മുടെ ഇവിക്ഷൻ അപ്ഡേറ്റും, ഉള്ളിൽ നടക്കുന്ന വഴക്കുകളും, അങ്ങനത്തെ പോലെ 24/7 വരണമെന്നുണ്ട്. എന്റെ ടൈം അനുസരിച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വരുന്നിരിക്കും. എപ്പിസോഡ് റിവ്യൂ എന്തായാലും ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ ഇനി കളികളാണ് മക്കളെ. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ, വെറും 2 മണിക്കൂറുകൾ മാത്രമല്ലേ. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച്, ഏറെ കാത്തിരുന്ന നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് ഇന്ന് രാത്രി 7 മണിക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ലോഞ്ച് കാണാമല്ലോ. ശരി, അപ്പൊ റിവ്യൂ ആയിട്ട് വരാം. അപ്പോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.